ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചേർന്ന് ഇറാനിൻ്റെ മുകളിൽ നടത്തുന്ന അധിനിവേശം ഇപ്പോൾ 38ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ 36ാമത്തെ ദിവസം സംഭവിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പൂർണ്ണമായി ഞെട്ടിച്ചിരിക്കുകയാണ്. അത് ട്രംപിനെ പൂർണ്ണമായി ഞെട്ടിച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം ഈ ഒരു സാധ്യത വളരെ നേരത്തെ തന്നെ എല്ലാ യുദ്ധവിദഗ്ധരും ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ്. ഇറാനുമായിട്ട് നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ ഒരു ഗ്രൗണ്ട് വാർ എന്ന് പറയുന്നത് തികച്ചും ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളത് അമേരിക്കയിലെ തന്നെ പ്രമുഖ യുദ്ധകാര്യ വിദഗ്ധരെല്ലാവരും തന്നെ ട്രംപിനെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതേസമയം ട്രംപ് വിശ്വസിച്ചത് നെതന്യാഹുവിനെയും അതുപോലെ ഇപ്പോൾ പറയുന്ന സ്വന്തം മരുമകനെയൊക്കെയാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല, 10 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ യുദ്ധം തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് 38ാമത്തെ ദിവസത്തിലേക്ക് യുദ്ധം പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. ട്രംപിൻ്റെ എല്ലാ തരത്തിലുള്ള യുദ്ധനീക്കങ്ങളും ഇറാൻ പരാജയപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വിമാനവാഹിനി കപ്പലുകൾക്കൊന്നും തന്നെ ഇപ്പോൾ അബ്രഹാം ലിങ്കൻ ആയിക്കോട്ടെ, ജോർജ് ബുഷ് ആയിക്കോട്ടെ, ഇവയെല്ലാം തന്നെ ഇറാൻ്റെ ആക്രമണത്തിൽ സാരമായ തകരാറുകൾ സംഭവിച്ച് യുദ്ധമുഖത്തുനിന്ന് മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. നിലവിൽ ഇറാനകത്തേക്ക് കയറിയുള്ള യുദ്ധത്തിൽ അവർക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് F-15 വിമാനങ്ങൾ, അതുപോലെ F-35 വിമാനങ്ങൾ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രത്തലവനോ ഒട്ടും യോജിക്കാത്ത രീതിയിൽ ട്രംപ് വളരെ മോശമായ രീതിയിൽ ഇറാനെ സംബോധന ചെയ്യുകയാണ്. നിങ്ങൾ ഉടനെ യുദ്ധം അവസാനിപ്പിച്ച് 48 മണിക്കൂറിനകത്ത് ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇപ്പോൾ ഒരു ഭ്രാന്തൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് ഇറാന് കരുത്ത് നൽകുന്നത്? നമ്മൾ നേരത്തെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. ഇറാൻ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചത് മുഴുവൻ അവരെ കൈവശമുള്ള പഴയ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. അവർ ഇത്തരത്തിലുള്ള ഡിസൈസീവായിട്ടുള്ള യുദ്ധത്തിന്, നിർണായകമായ യുദ്ധത്തിന് വേണ്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം മാറ്റിവെക്കുകയായിരുന്നു. അതായത് ഫത്താ മിസൈലുകളും അതുപോലെ തന്നെ വളരെ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളെല്ലാം തന്നെ അവർ നേരെ ഒരു ഡിസൈസീവ് യുദ്ധത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ പഴയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ആദ്യഘട്ടത്തിൽ യുദ്ധം നടത്തിയത്. ഈ പഴയ ആയുധങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ ഇൻ്റർസെപ്റ്റേഴ്സ് മുഴുവൻ അമേരിക്കയും ഇസ്രായേലും ഉപയോഗിച്ചു തീർത്തത്. ഇപ്പോൾ ടെലവീവിലും അതുപോലെ ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലും അതുപോലെ ഇസ്രായേലിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇറാൻ പ്രവിശ്യയിലേക്ക് കയറി ചെന്ന യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിച്ചുകയും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കുന്ന കാര്യം റഷ്യയുടെ ഏറ്റവും ആധുനികമായ S-400 മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത് എന്നാണ്. അത് ഏത് മോശമായ കാലാവസ്ഥയിലും ശത്രു വിമാനങ്ങളെ കണ്ടെത്താനും അത് നശിപ്പിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള മിസൈലുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഇറാനെ പൂർണ്ണമായി തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പോകുന്നില്ല. ഇറാൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഇത്തരം വലിയ ഇന്ത്യയോളം തന്നെ അല്ലെങ്കിൽ ഇന്ത്യയെക്കാളും വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ എവിടെയൊക്കെയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ച് അവ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ്. കാരണം അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഏതാണ്ട് 14,000-15,000 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു പ്രദേശത്ത് നേരിട്ട് ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അത് സാധ്യമായ ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഇതിൽ റഷ്യയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ കൃത്യമായിട്ടും ഇറാന് ആവശ്യമായ എല്ലാവിധ ആയുധ സഹകരണവും നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതേസമയം റഷ്യ ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നുമില്ല. എന്തുകൊണ്ടാണ് റഷ്യ ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിനു ശേഷം ഇപ്പോൾ ഏകധ്രുവ ലോകമായിട്ട് അമേരിക്കയാണ് ലോകത്തിലെ മിക്കവാറും വിഷയങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. അമേരിക്കയുടെ ശക്തി ഈ യുദ്ധത്തോടു കൂടി തന്നെ ഏതാണ്ട് ഗണ്യമായി തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് തീർച്ചയായിട്ടും ലോകക്രമത്തിൽ റഷ്യക്ക് കൂടി
പങ്കുള്ള ഒരു ലോകക്രമം വരാനുള്ള സാധ്യതയാണ് റഷ്യ ഇതിലൂടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യയും ഇറാനും തമ്മിലുള്ള സഹകരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. 79-ൽ ഇറാനിൽ പുതിയ ഭരണകൂടം വന്ന കാലം തൊട്ട് തന്നെ റഷ്യയും ഇറാനും പരിപൂർണമായി സഹകരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതിൽ റഷ്യക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള എണ്ണ സപ്ലൈ ചെയ്യാൻ ഇറാൻ എന്നും സന്നദ്ധരാണ്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ചൈനയുമായിട്ടും അതുപോലെ റഷ്യയുമായിട്ടും ഒക്കെ അവരവരുടെ നാണയങ്ങൾ ഇപ്പോൾ യുവാനിലൂടെ അല്ലെങ്കിൽ റൂബിളിലൂടെയൊക്കെയുള്ള വ്യാപാരം വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ഡോളറിൻ്റെ ഉപയോഗം വളരെയധികം കുറയുകയും ഡോളറിൻ്റെ വിലയിടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 36 ട്രില്യൺ ഡോളർ കടത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ നാണയത്തിൻ്റെ വിലയും കൂടി കുറയുമ്പോൾ, ഡോളറിൻ്റെ വിലയും കൂടി കുറയുമ്പോൾ ഈ കടം വീണ്ടും അനേകമിരട്ടിയായിട്ട് വർദ്ധിക്കും. ഈ കടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ആണ് വെനിസ്വേലയിൽ നിന്ന് അവിടുത്തെ പ്രസിഡൻറ്റിനെ രാത്രി തട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ എണ്ണ അവർ കൈവശപ്പെടുത്തിയത്. ഇതേ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഹോർമ്യൂസ് കടലിടുക്കിലേക്കും അവർ വന്നത്. ഇറാൻ്റെ എണ്ണയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഇറാൻ്റെ എണ്ണ എന്ന ലക്ഷ്യം പാളുന്നതോടുകൂടി തന്നെ അമേരിക്കയുടെ യുദ്ധത്തിൽ പ്രവേശിച്ചതിൻ്റെ കാരണമില്ലാതാവുന്നു. നേരെ മറിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിന് ആ ഗൾഫ് മേഖലയിൽ അയാളുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ ആ ഉദ്ദേശം ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വീണ്ടും ധാരാളം അൾട്ടിമേറ്റങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഭീഷണികളുമൊക്കെ ട്രംപ് നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഇറാൻ്റെ മുകളിൽ ഫലം ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇറാന് ആവശ്യമായ ആയുധങ്ങൾ നിലവിൽ കൈവശമുണ്ട്. മാത്രമല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ ചൈനയും അതുപോലെ തന്നെ റഷ്യയും തയ്യാറുമാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് എതിർക്കാൻ അമേരിക്കക്കോ യുണൈറ്റഡ് നേഷൻസിനോ സാധിക്കുകയുമില്ല. കാരണം അമേരിക്കയും യുണൈറ്റഡ് നേഷൻസും ഉക്രൈനിൽ ഇതുപോലെ തന്നെ റഷ്യക്കെതിരായിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ റഷ്യ ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകരുത് എന്ന്. പക്ഷേ അത് ശ്രദ്ധിക്കാതെ ആയുധങ്ങൾ ഉക്രൈനിൽ നൽകിക്കൊണ്ടിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് റഷ്യ ഇപ്പോൾ ഇറാനി ആയുധങ്ങൾ നൽകുന്നു എന്നൊരു വാദഗതി ഉന്നയിക്കാൻ സാധിക്കും. അവർക്ക് സാധ്യമല്ല. അന്താരാഷ്ട്ര വേദികളിൽ അത് ഉന്നയിക്കാൻ സാധിക്കില്ല. ഈ ഘട്ടത്തിൽ ഈ യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു പരാജയത്തിലൂടെ മാത്രമേ ട്രംപിന് അത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ട്രംപിൻ്റെ അമേരിക്കയിലെ പോപ്പുലാരിറ്റി -17 മറ്റായിരുന്നു. അതിപ്പോൾ -32 എന്നാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ട്രംപിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനമാണ് ഈ യുദ്ധമെന്ന് നമ്മൾ വിലയിരുത്തിയാൽ അത് ഒട്ടും തെറ്റാൻ സാധ്യതയില്ല. അതുപോലെ നെതന്യാഹു എന്ന യുദ്ധക്കുറ്റവാളിയുടെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും മിക്കവാറും ഈ യുദ്ധം. ട്രംപിനെയും നെതന്യാഹുവിനെയും ഈ യുദ്ധാനന്തരം കാത്തിരിക്കുന്നത് അമേരിക്കയിലെയും ഇസ്രായേലിലെയും തടവറകൾ തന്നെയായിരിക്കും. അതിൽ നമുക്ക് വലിയ സംശയത്തിൻ്റെ കാര്യമില്ല. ഈ യുദ്ധം ഈ രീതിയിൽ ഇനി അധിക ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. അത്തരത്തിൽ യുദ്ധം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക്, അതായത് മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഈ നമ്മൾ ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ആ രാജ്യങ്ങൾ നേടിയ പുരോഗതി പൂർണ്ണമായും ഇല്ലാതായിട്ട് അത് നമ്മുടെ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലുള്ള ദരിദ്ര രാജ്യങ്ങളായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഈ യുദ്ധം ആകെ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും അഹങ്കാരത്തിന് വേണ്ടി മാത്രം നടത്തിയ ഈ യുദ്ധം ഉടനെ അവസാനിച്ചില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്കാണ് ലോകമാകെ സാക്ഷ്യം വഹിക്കുക. അതിൽ നിന്ന് കരകയറാൻ ചിലപ്പോൾ ഈ 21-ാം നൂറ്റാണ്ട് മതിയാവാതെ വരും.